നമുക്ക് അജയുടെയും ഭൂമിജയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അച്യുതനും അമ്പയ്ക്കും വല്ലാത്ത ടെൻഷനാണ്. കാരണം നാളത്തെ ദിവസം ഓർത്തിട്ട് നാളത്തെ ദിവസം കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവള് തങ്ങളുടെ ആരുമല്ലാതായി തരും ഭൂമി. അവളെ അവളുടെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകും. സത്യങ്ങളൊക്കെ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ തനിക്കായി അധികം ആയുസില്ല. അതുകൊണ്ട് അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. നാളത്തെ ദിവസമാണ് അതിനെന്തുകൊണ്ടും നല്ലത്. അങ്ങനെ അന്നത്തെ ഒരു രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിർണായകമായ രാത്രിയായിരുന്നു അച്യുതനും അമ്പയ്ക്കും. കാരണം തങ്ങളുടെ മോളോടൊപ്പമുള്ള ഒരു പക്ഷേ അവസാന രാത്രി ആയിരിക്കുമോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ ഇവിടെ നിർത്തിയിട്ട് അവളുടെ അച്ഛൻ എന്തായാലും പോകത്തില്ല. ഈ സമയത്താണെങ്കിൽ ഭവാനിക്ക് നല്ല ടെൻഷനാണ്. നാളത്തെ അവളുടെ വീട്ടിലെ ചടങ്ങ് അത് നടക്കാൻ പാടില്ല. ആ ചടങ്ങിന് മുമ്പ് തന്നെ അവിടെ പലതും നടക്കണം. ആ വീട്ടിലെല്ലാവരും തീരണം എന്നൊക്കെ ഒരു ചിന്തയോടുകൂടി ഭവാനി എന്ത് ചെയ്തു, കമാലിനെ വിളിക്കുകയാണ്. ആദ്യം ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ട് കമാലിനെ കിട്ടിയില്ല. വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് കിട്ടുന്നത്. അപ്പോഴേക്കും ഭവാനി ചോദിച്ചു, കമാലെ നീ ഇത് എവിടെയാന്ന് ചോദിച്ചു. എന്താ മാഡം? അതെ, നാളത്തെ ഒരു ദിവസം അവിടെ പലതും നടക്കണം, അറിയാലോ. ഇത് കേട്ടപ്പോൾ കമാൽ പറഞ്ഞു, മാഡം ഞാൻ ആ വീടൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. വീട് കണ്ടെത്തിയോട് മാത്രമായില്ല, നാളെ അച്യുതനും അയാളുടെ ഭാര്യ എല്ലാവരും തീരണമെന്ന് പറഞ്ഞു. മാത്രമല്ല അവള് ഭൂമി നാളെ അവള് പിന്നെ ജീവനോടെ ഉണ്ടാവാനായിട്ട് പാടില്ല. അവൾ ജീവനോടെ ഇരിക്കുന്ന അറിയാലോ, ആപത്താണ്. അതുകൊണ്ട് അവളുടെ കഥ അങ്ങോട്ട് കഴിച്ചേക്കണം എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും സംഭവിക്കും. നാളെ ഹാപ്പി ഫാദേഴ്സ് ഡേ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. ഒരു പക്ഷേ അച്യുതൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. അയാൾ ഇനി സത്യങ്ങളൊക്കെ തുറന്നു പറയാനാണോന്നറിയില്ല. അതിനിർണായകമായ ദിവസമാണ് നാളെ. എൻ്റെ മോളുടെയൊക്കെ ഭാവി നിശ്ചയിക്കുന്ന ദിവസം. അത് കേട്ടപ്പോൾ കമാൽ പറഞ്ഞു, മാഡം ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതെ, അച്യുതനെ അങ്ങോട്ട് തീർത്തേക്കണം. ഒരു കാരണവശാലും അയാൾ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പാടില്ല. ഇവിടെ വന്നിട്ട് അവൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എല്ലാവരും നാളെ പോവും. അതിനർത്ഥം അച്യുതൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാ ഒരു പക്ഷെ അയാൾക്ക് തോന്നിക്കാണും. അയാളുടെ മോളുടെയൊക്കെ ജീവൻ ആപത്താന്നുള്ള കാര്യം. അതുകൊണ്ടായിരിക്കും അയാൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ഒരുങ്ങുന്നത്. അതിന് മുമ്പ് തന്നെ അയാളെ ഫിനിഷ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു. ധൈര്യമായിട്ട് മാഡം വരുന്നു. നാളെ മാഡത്തിന് ആ സന്തോഷ വാർത്ത കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭവാനി മുറിയിലേക്ക് പോയിരുന്ന് ആലോചിച്ചു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് താൻ സത്യദാസിനോട് ചെയ്തതാണ്. അയാൾ തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പ്രതിഫലമായിട്ട് അയാൾക്ക് കൊടുത്ത ശിക്ഷയാണ്. പക്ഷെ അയാളുടെ മോള് ജീവനോടെ ഉണ്ടെങ്കിൽ തനിക്ക് ആപത്താണ്. ഇന്നല്ലെങ്കിൽ നാളെ ഭൂമിജയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും. അവൾ ഭൂമിജയല്ല, അഭിരാമിയാന്നുള്ള കാര്യങ്ങൾ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെ ജീവനോടെ വെച്ചേക്കില്ല. ഈ വീട്ടിലുള്ളവരും അതെ. ആദ്യം തന്നെ സത്യദാസ് മിക്കവാറും തൻ്റെ മോളെ വെടിവെച്ച് കൊല്ലും. അതിനു മുമ്പ് തന്നെ അവരെ തീർക്കണം. നാളെ കമാൽ എന്തെങ്കിലും ചെയ്യും. ഉറപ്പായിട്ടും അവരുടെ കാര്യത്തിലൊരു തീരുമാനവും. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഭവാനി ഉറങ്ങാൻ കിടക്കണേ. ഈ സമയത്താണെങ്കിലോ അച്യുതന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അച്യുതൻ എഴുന്നേറ്റിരിക്കുമ്പോഴത്തേനും അമ്പിക ചോദിച്ചു, എന്താ അച്യുതേട്ടാ എന്താ ഉറങ്ങാത്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല, നീ ഇപ്പം അതൊക്കെ പറ, മോൾ എഴുന്നേക്കല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അച്യുതൻ സിറ്റ് ഔട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് അംബിക പിന്നാലെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, അംബികയെ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല, നീ മോളുടെ അടുത്ത് പോയി കിടന്നു. അല്ലെങ്കിൽ മോള് ചിലപ്പം ഉറക്കം എഴുന്നേറ്റ് ഇപ്പം നമ്മളെ രണ്ടുപേരെയും കാണാതെ വരുമ്പോൾ എന്തേലും ഒരു സംശയം തോന്നുന്നു പറഞ്ഞു. അങ്ങനെ അംബികയെ ഭൂമിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് അച്യുതൻ ഇങ്ങനെ അവിടെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉറക്കം വരാതിരിക്കുന്ന സമയത്ത് അച്യുതൻ്റെ മനസ്സിലേക്ക് നാളത്തെ ഫംഗ്ഷൻ ഇങ്ങനെ കടന്നു വരുവാണ്. എല്ലാവരും വിളിച്ച അതിഥികളെല്ലാവരും വരും. നാളെ വൈകുന്നേരമാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. എല്ലാവരും വന്ന് അതുപോലെ തന്നെ സത്യദാസും അയാളുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാം കാണും. ഭൂമിയൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കും. താനും അംബികയും എല്ലാവരും നല്ല അണിഞ്ഞൊരുങ്ങി അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആഘോഷം നടക്കുന്ന ഹാപ്പി ഫാദേഴ്സ് ഡേ. അങ്ങനെ ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന സമയത്താണ് താൻ ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പോകുന്നത്. ഒരുപക്ഷെ സത്യദാസ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെയൊരു കാര്യം. ഇതെൻ്റെ മകളല്ല, സത്യദാസിൻ്റെ മകളാന്ന് പറയുന്ന ആ ഒരു നിമിഷം ശരിക്കും അയാളും അയാളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഞെട്ടിപ്പോവും. അയാൾ തന്നെ വെറുതെ വിടില്ല. മിക്കവാറും അടിക്കുമായിരിക്കും. ചിലപ്പോൾ എന്തൊക്കെയാണ് ചെയ്താൽ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യായിരിക്കും. എന്നാലും കുഴപ്പമില്ല, തൻ്റെ മകൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവുമല്ലോ. പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അയാളുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നാളെ എന്ത് സംഭവിക്കാം, അതിനിർണായകമായ ആ ദിവസമാണ് നാളെ വരാൻ പോകുന്നത്. അങ്ങനെ അന്നത്തെ രാത്രിയിൽ അച്യുതന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തനിക്ക് എന്താണെങ്കിലും അധികം ആയുസില്ല. അതിനു മുമ്പ് തന്നെ അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇനിയിപ്പോൾ താൻ മരിച്ചു കഴിഞ്ഞാലും അവൾ കാര്യമില്ലാതെ പോവരുത്.
അങ്ങനെ ഒരു വിധത്തിലാണ് നേരം വിളിപ്പിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ഭൂമി രാവിലെ എഴുന്നേറ്റു. അച്യുതനെ കൊണ്ട് അവൾ രാവിലെ നടക്കാനായിട്ട് പോവാണ്. പക്ഷെ അച്യുതൻ ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. ഭൂമി അതിനെക്കുറിച്ച് ചോദിച്ചു, എന്താ അച്ഛാ, അച്ഛനിത് എന്ത് പറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണോ, വയ്യായിക ഉണ്ടോയെന്ന് ചോദിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മോളെ, ഞാനാള് നല്ല ഹാപ്പിയാ, എനർജറ്റിക് അല്ലേന്ന് ചോദിച്ചു. എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം. അതെ, അച്ഛൻ്റെ അസുഖം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറയും കേട്ടോ. അതിന് എനിക്ക് എന്താ അസുഖം മോളെ ഉള്ളത്, ഒരൾസറല്ലേ ഉള്ളെന്ന് ചോദിച്ചു. താൻ ഈ ക്യാൻസറാന്ന് അറിഞ്ഞ കാര്യമൊന്നും ഭൂമി തൽക്കാലത്തേക്ക് അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അച്യുതൻ അങ്ങനെ പറയണേ. ആ സമയം ഭൂമി അറിഞ്ഞു, അത് ശരിയാ, അതൊരു ചെറിയ സർജറി ചെയ്യാൻ നീ തീരാവുന്ന ഉള്ളച്ചാ. അതും പറഞ്ഞിട്ട് ഭൂമി അങ്ങനെ ഓടുവാണ്. അച്യുതൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നാളെ മുതൽ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഇന്നത്തോടു കൂടി അവൾ ചിലപ്പം തന്നെ അംബികയും വെറുക്കുമായിരിക്കും. ഇത്രയും കാലം ഈ സത്യം മൂടി വെച്ചതിൻ്റെ പേരിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനാണ് അച്യുതന്. അങ്ങനെ പതിവ് പോലെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഭൂമിയും കൂട്ടിക്കൊണ്ട് അച്യുതൻ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഭൂമി പറഞ്ഞു, അച്ഛാ, ഈ തവണ ഈ കാർ ശരിയാക്കിയിട്ട് ഇപ്പം ഇതിനൊരു പ്രശ്നമില്ലല്ലോ. അതാ മോളെ, ഇതേ പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടുമെന്ന് പറഞ്ഞവരെ കണ്ടില്ലേ, എൻ്റെ കാർ ഇപ്പോൾ പഴയതിനേക്കാളും നല്ല ഉഷാറായില്ലേ, എന്നെപ്പോലെ തന്നെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭൂമി പറഞ്ഞു, അത് ശരിയാ, അച്ഛനെ പോലെ തന്നെയാ, നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്, ആളൊന്നുകൂടി ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി ഷോപ്പിലേക്ക് വന്ന് തുടങ്ങുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചു. അച്ഛാ, ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആൾ വരും, എല്ലാത്തിനും അച്ഛൻ തന്നെ മേൽനോട്ടം വയ്ക്കണം, പിന്നെ വരുമ്പോഴത്തേനും റെഡി ആയിട്ടിരിക്കണം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കൃത്യസമയത്ത് തന്നെ വരും, പിന്നെ ഞാൻ വന്ന് റെഡിയായാൽ മതി. അങ്ങനെ നമ്മൾ ഫാദേഴ്സ് ഡേ അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ മോളെ, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, എനിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷെ ഉച്ചവരെയെങ്കിലും ഷോപ്പ് തുറന്നില്ലെങ്കിലേ ശരിയാവത്തില്ല, പൈസ വേണ്ട അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭൂമി അങ്ങ് പോകുന്നത്. ഭൂമി പോയി കഴിഞ്ഞപ്പോഴത്തേനും അംബികയോട് അച്ഛനും പറഞ്ഞു, പാവം എൻ്റെ മോള്, എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കിടന്ന് ഈ നൊട്ടോട്ട് ഓടുന്നത്, എനിക്ക് വേണ്ടുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അവൾ ഓടേണ്ട വരത്തില്ല, ഇന്നത്തോടു കൂടി അവളുടെ ഓട്ടം അവസാനിക്കാൻ പോവാം, സത്യങ്ങളൊക്കെ പറയാൻ പോവല്ലേ. അച്യുതേട്ടാ, അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ വിട്ടുപോകുന്ന അച്യുതേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല, അവൾക്ക് നമ്മൾ അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ പോകത്തില്ല എന്ന് പറഞ്ഞു. അതൊന്നും നീ കണക്കിലെടുക്കണ്ട, അവളെ നമ്മൾ പറഞ്ഞു വിടണം, അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയി സന്തോഷത്തോടെ സുഖത്തോടും കൂടി ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി പതിവ് പോലെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി ചേച്ചി, അല്ല ഭൂമി, ഞാൻ കരുതി ഇന്ന് നീ വരില്ലായിരിക്കുന്നു. വരാതിരിക്കാൻ പറ്റുമോ ലക്ഷ്മി ചേച്ചി? അതെ, ഉച്ച കഴിഞ്ഞിട്ടല്ലേ, വൈകുന്നേരം ആയപ്പോഴത്തേനല്ലേ ഫംഗ്ഷന്, ആ സമയമാകുമ്പോഴത്തേനും പോയാൽ പോരെ, എനിക്ക് റെഡി ആവാനായിട്ട് അധികം സമയം വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഷോപ്പിലെത്തി, ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നടത്തി. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ചായയായിട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് അജയനെ കണ്ടിട്ട് ചോദിച്ചു, അല്ല സാറ് വൈകുന്നേരം വരത്തില്ല വീട്ടിലേക്കെന്ന് ചോദിച്ചു. അതെന്ത് ചോദ്യമാണ് ഭൂമി, ഭൂമി വിളിച്ചിട്ടുണ്ട്, പിന്നെ എന്ത് തിരക്കാണെങ്കിലും ഞാൻ വരത്തില്ലെന്ന് ചോദിച്ചു. പറഞ്ഞു കേട്ടോ, അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, അച്ഛൻ്റെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞു. ഭൂമി സന്തോഷത്തിലാന്നുള്ള കാര്യം അജയ്ക്കും മനസ്സിലായി. അങ്ങനെ ഭൂമി ചായ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയ സമയത്ത് അജയ് ഇങ്ങനെ മനസ്സിലോർത്തു, താൻ അവളോട് വെല്ലുവിളിച്ചിരിക്കുകയാണ് അഞ്ജനയെ, ഭൂമിയുടെ വലിയ മോതിരം അണിയിക്കുമെന്ന്. അതെ, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് പോലും അറിയത്തില്ല. ആ സമയത്ത് തൻ്റെ നാവിൽ അങ്ങനെയാണ് വന്നത്, അവളെ വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞത്. പക്ഷേ ഭൂമിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പാവം, ശരിക്കും പറഞ്ഞാൽ ഭൂമി പാവമാണ്. അവൾ ജീവിക്കാൻ വേണ്ടി കിടന്ന് ശരിക്കും പെടാപ്പാട് വിടുന്നുണ്ട് എന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ അജയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായുന്നുണ്ട്. അജയ്ക്ക് ഭൂമിയോട് പ്രത്യേക ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ആ വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ട്. അയാൾ, ആ കമാല് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ പറയുന്ന ഭൂമിയുടെ അച്ഛനെ അമ്മേനെ ഇല്ലാതാക്കാനായിട്ട് അയാൾ വരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കുറച്ച് കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.